എല്ലാവർക്കും നമസ്കാരം. മെക്സിക്കോയുടെ ദേശീയ ഗാനം രചിക്കാൻ ഇടയായ ഒരു സംഭവമുണ്ട്. അതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വർഷം 1853. മെക്സിക്കോ ഭരിക്കുന്നത് പ്രസിഡന്റായ അന്റോണിയോ ലോപ്പസ് ആണ്. ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. USA നടന്ന യുദ്ധങ്ങളിൽ മെക്സിക്കോക്ക് ഒരുപാട് ഭൂപ്രദേശങ്ങൾ നഷ്ടപ്പെടുവാൻ കാരണക്കാരൻ ഇദ്ദേഹമാണ് എന്നതാണ് വിമർശനങ്ങളുടെ എല്ലാം കാതൽ. അന്ന് നവംബർ 12 സ്പെയിനിനെതിരെ ടാംപിക്കോ യുദ്ധത്തിൽ വിജയിച്ചതിന്റെ ആവേശത്തിലാണ് മെക്സിക്കോ രാജ്യമൊന്നാകെ. ഈ വിജയലഹരിയിൽ മെക്സിക്കോയെ പ്രശംസിച്ചുകൊണ്ട് ഒരു കവിത ആരെങ്കിലും രചിക്കണമെന്ന് പ്രസിഡന്റ് തീരുമാനിക്കുകയാണ്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന കവിത മെക്സിക്കോയുടെ ദേശീയ ഗാനമാവുകയും ചെയ്യും. ഇതിനുവേണ്ടി ഒരു മത്സരം അദ്ദേഹം സംഘടിപ്പിച്ചു. മത്സരത്തിൽ 1ാം സ്ഥാനം നേടുന്ന കവിതയെ മെക്സിക്കോയുടെ ദേശീയ ഗാനമായി പ്രഖ്യാപിക്കും എന്നതായിരുന്നു കണ്ടീഷൻ. അന്ന് മെക്സിക്കോയിലെ പ്രതിഭാധനനായ ഒരു കവിയായിരുന്നു ഫ്രാൻസിസ്കോ. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം ഫ്രാൻസിസ്കോ ഗോൺസാലസ് ബൊക്കാനഗിര എന്നായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഈ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യം തോന്നിയില്ല. പലരും അദ്ദേഹത്തെ നിർബന്ധിച്ചു, പക്ഷേ അദ്ദേഹം പിന്മാറി. അദ്ദേഹം പറഞ്ഞ ന്യായം ഇതായിരുന്നു: എനിക്ക് പ്രണയഗാനം എഴുതി മാത്രമേ പരിചയമുള്ളൂ. ഒരു രാജ്യത്തിന്റെ ദേശീയഗാനം എഴുതുവാനുള്ള കഴിവൊന്നും തനിക്കില്ല. ആ സമയത്താണ് ഫ്രാൻസിസ്കോയുടെ കാമുകയും പ്രതിശ്രുത വധുവുമായ ഗ്വാഡുപ്പെ പിലി ഈ വിവരങ്ങൾ അറിയുന്നത്. ഫ്രാൻസിസ്കോയുടെ സാഹിത്യ മികവിൽ അവൾക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ അവൾ നിർബന്ധിച്ചിട്ടും ഫ്രാൻസിസ്കോ മത്സരത്തിൽ പങ്കെടുക്കാൻ തയ്യാറായില്ല. അവസാനം അവൾ ഒരു സൂത്രം ഒപ്പിക്കുകയാണ്. ഫ്രാൻസിസ്കോയെ തന്റെ അച്ഛന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ഒരു സ്വകാര്യ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ പെട്ടെന്ന് അയാളെ അവൾ റൂമിന്റെ ഉള്ളിലേക്ക് തള്ളുകയും പുറത്തുനിന്ന് വാതിൽ പൂട്ടുകയും ചെയ്തു. എന്നിട്ട് വാതിലിനടിയിലൂടെ കുറച്ച് പേപ്പറും പേനയും കൊടുത്തിട്ട് പറഞ്ഞു, പെട്ടെന്ന് തന്നെ ഒരു കവിത എഴുതണം, ആ മത്സരത്തിൽ പങ്കെടുക്കണം, അല്ലാത്ത പക്ഷം നിങ്ങളെ ഇതിൽ നിന്ന് പുറത്തുവിടുന്ന പ്രശ്നമില്ല. അങ്ങനെ പിലി ഫ്രാൻസിസ്കോയെ ആ റൂമിൽ പൂട്ടിയിട്ടു. ആ മുറിയിൽ ചുമരിൽ നിറയെ മെക്സിക്കോയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ ചിത്രങ്ങൾ ഫ്രാൻസിസ്കോക്ക് അല്പം ഊർജം പകർന്നു. അദ്ദേഹം 4 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ തടവറയിൽ ഇരുന്നു കൊണ്ട് 10 പാരഗ്രാഫ് കവിത എഴുതി. എന്നിട്ട് വാതിലിനടിയിലൂടെ അവൾക്കും അവളുടെ അച്ഛനും അത് ഇട്ടുകൊടുത്തു. അവളും അവളുടെ അച്ഛനും ആ കവിത വായിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തു. ഉടനെ തന്നെ അദ്ദേഹത്തെ അവർ തുറന്നുവിട്ടു. ഈ 10 പാരഗ്രാഫുകളുള്ള ഈ കവിത ഫ്രാൻസിസ്കോ മത്സരത്തിന് സമർപ്പിക്കുകയും ചെയ്തു. 26 പങ്കെടുത്ത ആ മത്സരത്തിൽ ഫ്രാൻസിസ്കോയുടെ കവിത തന്നെ 1ാം സ്ഥാനം നേടുകയും അത് മെക്സിക്കോയുടെ ദേശീയ ഗാനമാവുകയും ചെയ്തു. മെക്സിക്കൻസ് അറ്റ് ദ ക്രൈ ഓഫ് വാർ എന്നാണ് ഇംഗ്ലീഷിൽ മെക്സിക്കോയുടെ ദേശീയ ഗാനം അറിയപ്പെടുന്നത്. 1854 ഈ ഗാനം ആദ്യമായി ഉപയോഗിച്ചിരുന്നുവെങ്കിലും 1943 മെയ് 4 ഈ ഗാനത്തെ ദേശീയ ഗാനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അന്ന് ഫ്രാൻസിസ്കോ എഴുതിയ 10 പാരഗ്രാഫുകളിൽ നിന്ന് 6 റിമൂവ് ചെയ്ത് അവശേഷിക്കുന്ന 4 മാത്രമാണ് ഇന്നത്തെ ദേശീയ ഗാനത്തിൽ ഉള്ളത്.